പൂത്തിട്ടുണ്ട്. അഡിനിയം കളർ മിക്സ് ഉള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഡിനിയത്തിൻ്റെ തൈകൾ വേണമെങ്കിൽ പറഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അധികം കിട്ടത്തില്ല. കാരണം ഞാൻ വീട്ടിലോട്ടൊക്കെ വരവ് കുറവാണ്. വെറുതെ കാണിച്ചെന്നേ ഉള്ളൂ. ഇത് ഇവിടെ നട്ടു വളർത്തിയ സാധനം. ഇത് കൊള്ളാമല്ലേ, നല്ല പോവാം. മൊത്തത്തിൽ ഇതിന് കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അഡിനിയം ഇതിൻ്റെ കളർ എങ്ങനെയാണ്? റോസ് ആൻഡ് യെല്ലോ ആൻഡ് ബീജോ അങ്ങനെയൊക്കെ പറയുന്ന കളർ മിക്സ് അല്ലേ? വെള്ള നോക്കട്ടെ. ഇതാണ് വെള്ള. ഇതാണ് വെള്ള അല്ലേ? റൗണ്ട് അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ രണ്ടു തന്നെ ഉള്ളൂ. പക്ഷെ മറ്റവനാണ് പുളി. അയ്യോ, വേറെ ഉണ്ടല്ലോ. അതെന്ത് സാധനമാണ് ഇത്? പക്ഷേ ലൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. സത്യത്തിൽ മറ്റേ കളർ തന്നെയല്ലേ ഈ കളർ? കുറച്ച് കൂടിയും കുറഞ്ഞ് ഇരിപ്പുണ്ടെന്നല്ലേ ഉള്ളൂ. ഇല്ല, വ്യത്യാസമുണ്ട്. അത് ഇത് സൈസ് കുറഞ്ഞ മരമായതുകൊണ്ട് ഇതിൻ്റെ കളർ വ്യത്യാസമാണോ ആർക്കറിയാം. വെള്ള നല്ല രസമുണ്ടല്ലേ സംഭവം. പക്ഷേ ഇതൊന്നുമല്ല, അത് പൂ, വെറും പൂ. അതങ്ങനെ പൂ. പക്ഷേ ഈ ടോക്സിക് എന്ന് പറഞ്ഞ സിനിമയില്ലേ, ടോക്സിക് എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. വളരെ നല്ലൊരു ട്രെയിലറാണ്. സിനിമയും ചിലപ്പോൾ നല്ല രസമുണ്ട്. ഇത്രയും മാസ് സ്വാഗ് ചെയ്തു വെച്ചിരിക്കുന്നു, മേക്കിങ് എന്നൊക്കെ പറഞ്ഞ് ഇത്രയും നാളും ഇങ്ങനത്തെ പടങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ഹൈപ്പടിച്ച് പറഞ്ഞവന്മാരൊക്കെ തിരിച്ച് പറയുന്നതിൻ്റെ കാരണം ഗീതു മോഹൻദാസിനോട് എന്തോ വിരോധമുള്ള പോലെ എനിക്ക് തോന്നുന്നു. അല്ലാതെ അവരന്നങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ സിനിമയായിട്ടും കണ്ടാൽ പോരടെ. ഇത് തിരിച്ച് പറഞ്ഞവരാണല്ലോ അവരോട് ഇത് പറയുന്നത്, മനസ്സിലായോ? അവരന്ന് അങ്ങനെ പറഞ്ഞതിന് അവരെ തിരിച്ച് പറഞ്ഞവർ ഇപ്പോൾ അവരത് ചെയ്തപ്പോൾ അവരെ തിരിച്ച് വീണ്ടും പറഞ്ഞു. ഇതിനകത്ത് എല്ലാ കൂട്ടരും ഒരുപോലല്ലോ ഉള്ളൂ. അതിനകത്ത് ഗീതു മോഹൻദാസ് അങ്ങനെ വ്യത്യസ്തമായത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഗീതു മോഹൻദാസ് അന്ന് അങ്ങനെ പറഞ്ഞു, എന്നിട്ട് ഇങ്ങനെ ചെയ്തു. അന്ന് ഗീതു മോഹൻദാസിനെ തെറി വിളിച്ചവർ ഗീതു മോഹൻദാസ് ഇങ്ങനെ ചെയ്തപ്പോൾ അതേ ആളുകൾ വന്നിട്ട് ഗീതു മോഹൻദാസിനെതിരെ പറയാം. ഇതല്ലേ സംഭവിച്ചത്? രണ്ട് കൂട്ടരും സെയിം ആൾക്കാരല്ലേ. ഇവിടെ ഈ ബബ്ബ, ലൂസിഫർ, എമ്പുരാൻ, ഈ മാസാണ് മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് തറപ്പടങ്ങളെടുത്ത ഇവിടുത്തെ വലിയ മഹാനടന്മാരെക്കാളിലും മഹാസംവിധായകന്മാരെക്കാളിലും ഇൻ്റലക്ച്വൽ ടീംസിനേക്കാളൊക്കെ എത്രയോ കിടിലൻ. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നിമാർ വിചാരിച്ചില്ല. പക്ഷെ ചെയ്തു വെച്ച് കണ്ടപ്പോൾ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ആൾക്കാരെല്ലാവരും കൂടി ഇപ്പം ഗീതു മോഹൻദാസിനെ തെറി വിളിച്ചെന്ന് പറഞ്ഞാൽ പടം മോശമാകൂടെ? നല്ലത് കണ്ടാൽ നല്ലത് പറയണം, ചെയ്യണമെന്നൊക്കെ അല്ലേ എല്ലാവരും പറയാറ്. എന്നോട് എല്ലാവരും പറയും മോഹൻലാൽ നല്ല പടമാണ് വന്നത്, എന്നിട്ട് നീ എന്തിനാ മോശം, നല്ലത് കണ്ടാൽ നല്ലത് പറയണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ തന്നെ. അതും ഇവരെങ്ങനെ ഇരട്ടത്താപ്പ് ഇവർക്കൊക്കെ? ഇവർക്കെങ്ങനെ ഡബിൾ ഡാഡി സെൻറ്റർ ഉണ്ടോ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ? ഇത്തിരി തറപ്പടങ്ങൾ മാർക്കോ ചെവി കടിച്ചു പറിക്കുന്നു, നിന്റെ തന്തയല്ല എൻ്റെ തന്തയെന്ന് പറയുന്നു. ഇങ്ങനത്തെ ഏറ്റവും കഞ്ഞിപ്പടങ്ങൾ. പിന്നെ പോട്ടെ, ഈ കഴിഞ്ഞിടയ്ക്ക് കണങ്കാവൽ കണ്ടിട്ട് ഞെട്ടി പേടിച്ചു എന്നൊക്കെ പറയുന്നത് ഞാൻ 8A 8B 8Cയിലെ പിള്ളേർ മാത്രമേ പേടിച്ചിട്ടുള്ളൂ. അല്ല, 8Cയിലെ പിള്ളേർ പേടിച്ചില്ല. അപ്പോൾ അങ്ങനത്തെ പടം കണ്ടിട്ട് വലിയ സംഭവം എന്ന് പറഞ്ഞ ആൾക്കാരെ ഇവർ ചെവി കടിച്ചു പറിക്കുന്നു, സൂപ്പർ വയലൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അതെ ഒബ്ജക്ടിഫൈ ചെയ്യരുതേ എന്ന് പറയുന്നവർ നേരത്തെ ഈ പറഞ്ഞ സമയത്തും ഈ കസബയുടെ കാര്യം പറഞ്ഞപ്പോൾ ഗീതു മോഹൻദാസിനെ തെറി വിളിച്ച ടീമാണെന്ന് ഇവരെല്ലാം. അപ്പോൾ അതാണ് ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന ആൾക്കാരുടെ. നമുക്ക് ഈ ഇരട്ടത്താപ്പൊന്നും ഇല്ല. ഇരട്ടത്താപ്പ് മനസ്സിലായോ? അവരിരട്ടത്താപ്പ്, അവരെതിർക്കുന്നവർ ഇരട്ടത്താപ്പ്. നമുക്ക് അങ്ങനൊന്നുമില്ല. ഞാൻ അന്ന് അവരെ എതിർത്തിട്ടുണ്ട്, അത് അങ്ങനെയാണ്. പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ സിനിമയുടെ ട്രെയിലറാണ് കണ്ടത്, അല്ലാതെ വേറൊന്നും എനിക്കറിയത്തില്ല. ഈ പറഞ്ഞവരെല്ലാം പറയും മോഹൻലാലിന് ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. മോഹൻലാൽ നല്ല ഒന്നും പറയാനില്ല, അവന് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഗീതു മോഹൻദാസിന്റെ സിനിമ ഇപ്പോൾ നല്ല വന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പാർവതി തിരുവോത്ത് അവരുടെ നല്ല സിനിമ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അവരെന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? സുരേഷ് ഗോപി ഒന്നിനും കൊള്ളത്തില്ല. ഇപ്പോൾ ഭയങ്കര മോശം. ആദ്യമൊന്നും ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു, പണ്ട് കുറച്ച് ഭേദമാണ്. ഇപ്പോൾ വളരെ മോശം. മറ്റേ ദിനേശ് ഇതൊരു ശാന്തിയുള്ള ദിനേശ് എന്നൊക്കെ പറഞ്ഞ ആൾ വരത്തില്ല, തന്തയേക്കാൾ മോശം എന്നൊക്കെ പറയുന്ന പോലെ വളരെ മോശമാണ്. അതുകൊണ്ടൊന്നും പറയാനില്ല. പക്ഷെ ഈ സിനിമ, ഈ ട്രെയിലർ സൂപ്പറാണെന്നേ എല്ലാവരും പോയി കാണുകയും ചെയ്യും. പടം സൂപ്പർ ഹിറ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ എത്രയൊക്കെ ഇത്രയും നല്ല ഒരു പബ്ലിസിറ്റി വരെ കിട്ടാറില്ല. നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് സൂപ്പർ. നെഗറ്റീവ് പബ്ലിസിറ്റി കൊള്ളാവുന്ന സാധനങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര മെച്ചപ്പെടും. പക്ഷെ മോഹൻലാലിന് എത്ര നെഗറ്റീവ് പബ്ലിസിറ്റി ഇട്ടിട്ടും കാര്യമില്ല. ഫുൾ നെഗറ്റീവ് ആയതുകൊണ്ട് പബ്ലിസിറ്റി മാത്രമല്ലല്ലോ, പ്രോഡക്റ്റ് നെഗറ്റീവ്. അപ്പോൾ അതുകൊണ്ട് അത് പോയി. ഇതങ്ങനെയല്ല കേട്ടോ. ഈ പടം അടിപൊളിയായിരുന്നു. ട്രെയിലർ ഇത്രയും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് ഇനിയും ചിലതൊക്കെ കാണും. ചില പടങ്ങളെയൊക്കെ ട്രെയിലർ നന്നായാലും ചിലപ്പോൾ പടം മോശമാകാറുണ്ട്. പക്ഷെ ഇത് കണ്ടിട്ട് അങ്ങനെയല്ല. ഇതിനകത്ത് ആ ഒരു സീൻ മതി, മനസ്സിലായില്ലേ? ഏത് സീൻ, ഏത് മൂഡ്, മറ്റേ മൂടുണ്ടല്ലോ വണ്ടിക്കകത്ത് കിടന്നുള്ള മൂഡില്ലേ, അപ്പൊ അവരൊരു സീൻ ക്രിയേറ്റ് ചെയ്തില്ലേ. എവിടെയെങ്കിലും പുറത്ത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ ഒരു സീന്. അത് നീ വേറെ ഏതെങ്കിലും പടത്തിൽ നിന്ന് അടിച്ചു മാറ്റിയാണേലും അത് കൊള്ളാമായിരുന്നു. അല്ലാണ്ട് ഇവിടെ കിടന്നുകൊണ്ട് മറ്റേ ലൂസിഫറിന്റെ അവസാനം തോക്കൊക്കെ ചൂണ്ടിയിട്ട് പൾപ്പ് ഫിക്ഷനിലെ ഡയലോഗ് അതുപോലെ മലയാളത്തിൽ പകർത്തിയെടുത്ത ഊളത്തെണ്ടികളല്ല, വേറെ ഊളകൾ കോപ്പി അടിച്ചിട്ട്
ഉണ്ടാക്കി വലിയ സീൻ ക്രിയേറ്റ് ചെയ്ത മണ്ടന്മാരോ അയ്യോ അതിനകത്ത് ആ സീൻ കൊണ്ട് വെച്ചത് കാണാം. ഇവന്മാര് ഒരു തോക്കും കൊണ്ട് ഒരു ട്രേക്കകത്ത് ഒരു വലിയ താളോ താലിയോ ഇതിനകത്ത് താലത്തിനകത്ത് തോക്ക് കൊണ്ടുവരിക, അതെടുക്കുക. ഇങ്ങനത്തെ ഊമ്പിയ വില്ലന്മാരെ ലോകത്ത് എവിടെയും കണ്ടിട്ടുണ്ടോ? മലയാള സിനിമ, തമിഴ് സിനിമ, തെലുങ്ക് സിനിമ, കന്നഡ സിനിമ അല്ലാതെ ഹിന്ദി പടത്തിലുണ്ട് ഇങ്ങനത്തെ ഊമ്പിയ വില്ലന്മാര്. വില്ലന് തോക്കൊന്നുമില്ല, തോക്ക് കൊണ്ട് മറ്റൊരു പെട്ടിക്കകത്ത് കൊണ്ടുവന്ന് കൊടുക്കും, മുറുക്കാനൊക്കെ ചവയ്ക്കാൻ കൊടുക്കുന്ന പോലെ. അപ്പോൾ തോക്ക് എടുത്തിട്ട് കൊണച്ച ഡയലോഗ് അടിക്കും, ഊമ്പിയ ഡയലോഗ്. അത് മലയാളത്തിലൊക്കെ പറയുമ്പോൾ കേൾക്കണം, അത് മോഹൻലാലാണ് നിന്ന് പറയുന്നതെന്ന് ഓർക്കണം. പിന്നെ അത് നമ്മളതെങ്ങാനും കണ്ടുപോയാലോ, അയ്യോ കണ്ടും പോയി, പണ്ടാരം, നാശം, നശിച്ചു. ഓ ആ പൾപ്പ് ഫിക്ഷൻ ഉണ്ടല്ലോ, അയ്യോ വല്ലാണ്ടായി പോയി കണ്ടിട്ട്. മോഹൻലാൽ ആ സീൻ കാണിച്ചപ്പോ അതൊക്കെ വെച്ച് നോക്കുമ്പോ എന്തല്ലേ, ഇവിടെയുള്ള ആളുകളുടെ ഒരു റിവ്യൂ ചെയ്യുന്നവരാണ്, ഭയങ്കര സിനിമ അനലൈസ് ചെയ്യുന്നവരാണെന്നൊക്കെ പറഞ്ഞവന്മാര് വരെ തിരിച്ചും മറിച്ചൊക്കെ പറയുമായിരുന്നു. ഇവർക്കൊക്കെ എന്താ കുഴപ്പമെന്ന് എനിക്കറിയത്തില്ല. ഇവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണോ അതോ ഇനി ട്രെൻഡ് അങ്ങനെ വന്നപ്പോ പറയുന്ന ടീമുകളാണ് ഈ മൈരന്മാരൊക്കെ. ആരോ ഒരു കൂട്ടർ ഇളക്കി ഇത് അങ്ങനെ, അതാണ് അതിന്റെ നെഗറ്റീവ്. അല്ലാതെ ഈ കണ്ട വിഷ്വലിനോ ആ കാണിച്ച സീനിനോ ഒരു പ്രശ്നമില്ല. ഇതിപ്പോ പൃഥ്വിരാജ് ഡയറക്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ നെഗറ്റീവ് പറഞ്ഞ സകല റിവ്യൂ മൈരന്മാരും നല്ല അങ്ങ് പറഞ്ഞു, ഓ ഭയങ്കര രാജുവേട്ടന്റെ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നവന്മാര് ചൂടെടുക്കുന്നു. പുറത്തോട്ടിറങ്ങിയെന്ന നല്ല തണുത്ത കാറ്റ്, പ്രകൃതി. അസ്സലാമു അലൈക്കും, പ്രൈസ് ദി ലോർഡ്, സ്വാമി ശരണയ്യപ്പ. ആ സീൻ കാണിക്കാൻ പറ്റിയ സ്ഥലമാണ്, കാണണം. സൂര്യന്റെ രശ്മി, ആകാശം. അയ്യോ വണ്ടി കാണുന്ന ഞാൻ പണിയാ, തന്നെ നോക്കാവും. ഈ ഊരിനകത്ത് കഴിഞ്ഞാൽ വേറെ സാധനമാണ്. അപ്പൊ അങ്ങനെ മനസ്സിലായോ വ്യത്യാസം എന്നാന്ന്? ഇവിടുത്തെ ആളുകൾ ഇങ്ങനെ, ഇവർക്ക് അറിയത്തില്ല ശരിക്കും. സിനിമ റിവ്യൂ ചെയ്യുന്നവർ ഇരുന്ന പലരും അവർക്ക് അറിയത്തില്ല. അല്ല നിങ്ങൾ നോക്കിയോ, ഈ ട്രെയിലറിനെ പറ്റി നെഗറ്റീവ് പറഞ്ഞ എല്ലാ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, റിവ്യൂവേഴ്സ് ആയിക്കോട്ടെ, വ്ളോഗർ, എന്ത് പേരിൽ അറിയപ്പെടുന്ന ഊച്ചാളിയാണെങ്കിലും അവനൊരു ഊച്ചാളി മാത്രമാണ്. അല്ലാതെ അവരെ കണ്ടുകൊണ്ടൊന്നും നമ്മൾ സിനിമ കാണത്തില്ല. മോഹൻലാലിനെ കണ്ടുകൊണ്ട് ഞാൻ സിനിമ കാണാൻ പോകാറില്ല. ഞാൻ ആ സിനിമയുടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് കാണാൻ പോകുന്നത്. അങ്ങനെയുള്ളവർക്ക് റിവ്യൂവും ഇങ്ങനത്തെ ഊച്ചാളികളുടെ എന്താ പറയുക കമൻസ് ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പിന്നെ ഡയറക്ടറുടെ വീട്ടിൽ ചെന്ന് നോക്കാറുമില്ല. ദിലീപിൻ്റെ ബബ്ബ പന്നപ്പടം ആയതുകൊണ്ടാണ് എല്ലാം ചിലപ്പോൾ കണ്ടേനെ. ദിലീപിൻ്റെ ഒരു പടവും കാണാൻ കൊള്ളത്തില്ല, ഇന്നേവരെ അങ്ങനെ ഒരു പടം ഇല്ല. ആകെപ്പാടെ ഞാൻ പറഞ്ഞില്ല, മറ്റേ ചാന്തുകൂട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ദിലീപിന് കൊള്ളാവുന്ന സിനിമ. മോഹൻലാലിൻ്റെ കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്, അതേ ഉള്ളൂ. പിന്നെ മമ്മൂട്ടിയുടെ പടം ചില നല്ല വരുമ്പോൾ നല്ലത് പറയാറുണ്ട്, മോശമാണ് മോശം പറയും. മോശം പറയുന്നതിൻ്റെ കാരണവും പറയും, അല്ല ചെയ്തു വെച്ചു, വാ സൂപ്പറായിരുന്നു, എന്താ അത്, ഇതല്ല പറയുന്നത്. അത് മനസ്സിലാക്കാൻ പോലുള്ളവർക്ക് മനസ്സിലാവും, അല്ലാത്ത ഇവരുടെയൊക്കെ പൊട്ടന്മാർക്ക് മനസ്സിലാകത്തില്ല. ഈമാരി ഊളകളൊക്കെ ഫോളോ ചെയ്യുന്നവനെയൊക്കെ പറഞ്ഞാലും മനസ്സിലാകാത്ത പൊട്ടന്മാരാണ്. അവന്മാർക്ക് ഇങ്ങനെ കാണിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അവർ വിചാരിക്കും ഇത് കൊള്ളാം, ഇവന്നുണ്ടോ കണ്ണ് തള്ളി, അവനോന്ന് വെച്ചു സൂപ്പറാന്ന് പറഞ്ഞു. തിയേറ്ററിന് മുന്നിൽ കുറേ പേര് അലച്ചു. അതേ കണ്ടിട്ട് സിനിമ കാണാൻ പോകുന്നവന്മാരെ എന്ത് പറയാനാണ്? ഈ റിവ്യൂ എന്ന് പറയുന്നവന്മാർക്കും അറിയത്തില്ല. അവരൊരു കോമൺ ഒരു ക്രൗഡിന്റെ പൾസ് മനസ്സിലാക്കിയിട്ട് അങ്ങ് പറഞ്ഞങ്ങ് പിടിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാ പടത്തിനും നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കൂ. ഒരു പടം ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയും അങ്ങ് ഓടിപ്പോയാൽ പോലും അവർക്ക് ആ സിനിമയെ പറ്റി അറിയാത്തത് കൊണ്ട് അവർ ഈ കോമൺ ക്രൗഡിന്റെ പൾസ് വെറുതെ അങ്ങ് പളിച്ച് പറയുന്നതേ ഉള്ളൂ. അല്ലാതെ ഇവർക്കത് മനസ്സിലാവുന്നില്ല. ഒരു സിനിമ മോശമാകുന്നത് എങ്ങനെയാണെന്ന് പിടികിട്ടുന്നേ ഇല്ല. കണങ്കാവലാണ് അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് തോന്നുന്നു, ലേറ്റസ്റ്റ് വന്നതിൽ.